പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിവൃത്തിയില്ലാതെ നന്ദിനി വേദയോട് സോറി പറയുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയുന്നു, ഇങ്ങനെയല്ല പറയേണ്ടത്, ഇനി അനാവശ്യമായി വേദയെ ഞാൻ കുറ്റം പറയില്ല എന്ന് പറഞ്ഞു നന്ദിനി. അപ്പോൾ നന്ദിനി വേദയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഞാൻ വേദയെ ഒന്നും പറയില്ല, പറഞ്ഞതിന് മാപ്പ് എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. വിനായകനും കൂടെ ചെല്ലുന്നുണ്ട്. വേദ കമലാമ്മയോട് നന്ദിനിയടത്തേക്ക് വിഷമമായി. സോറി പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കമലാമ്മ അപ്പോൾ അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മോൾക്കറിയില്ലേ? ഇന്നത്തെ സന്തോഷം അവളായിട്ടല്ലേ ഇല്ലാതാക്കിയത്. അപ്പോൾ ഞാൻ അവളെ എന്തെങ്കിലും പറയണ്ടേ? മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടായിട്ടില്ല. വിക്രമിലായിരുന്നു ആകെ പ്രതീക്ഷ. മക്കൾ തമ്മിൽ അടിച്ചു പിരിയരുതെന്ന ആഗ്രഹം മാത്രമേ ഇപ്പോഴുള്ളൂ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട. വിക്രം ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ ഞാൻ എന്തോ തെറ്റു ചെയ്ത പോലെയാ എന്നോട് പെരുമാറുന്നത്. അതാ എനിക്ക് സങ്കടം. ദേഷ്യം വന്ന അവൻ്റെ സ്വഭാവം ഇങ്ങനെയല്ലേ, ആദ്യമായിട്ടല്ലല്ലോ. മോൾക്കറിയാവുന്നതല്ലേ. വിഷമിക്കാതെ പോയി കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് കമലാമ്മ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ശ്രീജേടത്തി വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ വിഷമിച്ച സങ്കടമാവുന്നത് ഈ ഏട്ടത്തിക്കാ. നന്ദിനിയിടത്തേക്ക് ഇത് ആവശ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേദയെ ആശ്വസിപ്പിച്ച് ശ്രീജയും പോയി കിടക്കുന്നുണ്ട്. നന്ദിനി വിനായകനോട് പറയുന്നുണ്ട്, ഇന്ന് എന്നെ കരയിച്ചത് അവളാ, വേദ. ഞാൻ അവളെ ഇവിടെ നിന്ന് ഓടിക്കും. നന്ദിനിയാ പറയുന്നത്. അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞത് ഇത്തിരി ഓവറായില്ലേ? അതുകൊണ്ടല്ലേ അമ്മ സോറി പറയാൻ പറഞ്ഞത്? വേദ എന്തു തെറ്റാ നിന്നോട് ചെയ്തത് എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് അവളെ പറഞ്ഞതിലാ വിഷമം എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവൾ തിരിഞ്ഞു കിടക്കുന്നു. വേദ കിടക്കാനായി എഴുന്നേറ്റ് പോകുമ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. കയ്യിൽ തോക്ക് പിടിച്ചു നിൽക്കുന്ന വിക്രമിൻ്റെ ഫോട്ടോയായിരുന്നു അത്. കൂടെ കുറേ ഗുണ്ടകളുടെ വീഡിയോയും. ഇത് കണ്ട് വേദ അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രമിന് ശ്രീനിവാസൻ സാറിൻ്റെ ഫോൺ വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു പണി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ തനിക്ക്? അവിടെ കോളനിയിൽ ആരൊക്കെയോ ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. താൻ പെട്ടെന്ന് അങ്ങോട്ട് പോകണം, അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോവാമെന്ന് വിക്രം സമ്മതിക്കുന്നുണ്ട്. വിക്രം ഷർട്ടൊക്കെ എടുത്ത് കതക് തുറന്ന് ബൈക്കിൻ്റെ കീയൊക്കെ എടുത്ത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന വേദയെ കാണുന്നുണ്ട്. ഈ രാത്രി എങ്ങോട്ടാ? ആരെ കൊന്ന് കൊല വിളിക്കാനാ പോകുന്നത്? ഞാൻ എങ്ങോട്ട് പോകുന്നെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുന്നിൽ മാറടി. വിക്രം ബൈക്കിൽ കയറുന്നു. വേദ പോയി താക്കോൽ പിടിച്ചു വാങ്ങി തടയുന്നുണ്ട്. ഞാൻ പോകുന്നത് തടയാൻ മാത്രം നീ ആരാ? നിനക്ക് നന്ദിനിയടത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ? നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് കൈ തട്ടിമാറ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാൻ തുടങ്ങുമ്പോൾ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം. പറയാനുള്ളതല്ല, കാണിക്കാനുള്ളതാ എന്ന് പറഞ്ഞ് ഫോണിലെ ഫോട്ടോ വിക്രമിനെ കാണിക്കുന്നുണ്ട്. അത് കണ്ട് വിക്രം ഞെട്ടുന്നു. നടു റോഡിൽ മനുഷ്യരെ ചുട്ടുകൊല്ലാൻ മാത്രം വലുതായ ഒരു ക്രിമിനലാണ് തൻ്റെ മകനെന്ന് ആ പാവം അമ്മയെ അറിയിക്കട്ടെ ഞാൻ. ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയതാ? ഇത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ അമ്മയെ വിളിച്ച് ഫോണിലെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കും എന്ന് വേദ പറയുമ്പോൾ വിക്രം ബൈക്കിൽ നിന്നിറങ്ങി ദേഷ്യത്തോടെ വേദയെ നോക്കി റൂമിൽ പോയി വാതിലടയ്ക്കുന്നു. വേദ വിഷമത്തോടെ കൈവരിയിൽ വന്നിരിക്കുന്നുണ്ട്. വിക്രം ശ്രീനിവാസൻ സാറിനെ വിളിച്ച് വരാൻ പറ്റില്ല, അമ്മ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രീനിവാസൻ സാറ് ദേഷ്യം പിടിക്കുന്നുണ്ട്. വേദ വിക്രമിൻ്റെ ഫോട്ടോ ഓരോന്നായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിക്രം ജനലിലൂടെ ഇതൊക്കെ കാണുന്നുണ്ട്. തൻ്റെ നല്ലതിനു വേണ്ടിയാണ് വേദ ഇതൊക്കെ ചെയ്യുന്നത്. തനിക്കൊരു ആപത്തും വരാതിരിക്കാനാണ് ഉറങ്ങാതെ കാവലിരിക്കുന്നതെന്നും വിക്രം മനസ്സിലാക്കുന്നുണ്ട്. വേദ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് സ്നേഹത്തോടെ വിക്രം ജനലിലൂടെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് വിക്രം ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ വേദയും പോയി ഉറങ്ങുന്നുണ്ട്. രാവിലെ ചായയുമായി വിക്രത്തിൻ്റെ റൂമിലെത്തിയ വേദ വിക്രത്തിൻ്റെ മൊബൈൽ എടുത്ത് ആരൊക്കെ വിളിച്ചെന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ശ്രീനിവാസൻ സാറാണ് വിളിച്ചതെന്ന് കാണുന്ന വേദ ദേഷ്യത്തോടെ വിക്രത്തെ നോക്കുന്നുണ്ട്. വിക്രം അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.